വെൽക്കം ടു ലീവ് ഫോർ ട്രാവലിംഗ്. അങ്ങനെ നേപ്പാൾ വ്ളോഗിൻ്റെ പാർട്ട് 2 ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എയർപോർട്ടിലെത്തി, ഡിപ്പാർച്ചേഴ്സിൻ്റെ ഗേറ്റിലാണ് എത്തി. എയർലൈൻസ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. ചെറിയൊരു എയർക്രാഫ്റ്റാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ ഇവിടുത്തെ ലോഞ്ചിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഒരു 10 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നോളൂ കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ, എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ വരുമല്ലോ, വന്നോളൂ കയറിക്കോളൂ, പെട്ടെന്ന് ബാഗ് സ്കാൻ ചെയ്തു കയറി എന്തോ ഫീലിംഗ് ആയിരുന്നു. പക്ഷെ അത് രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറിയ എയർക്രാഫ്റ്റാണ്, പ്രൈവറ്റ് ജെറ്റ് പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. എനിക്കതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. ഇവിടെ നോക്കിയപ്പോൾ ആൾക്കാരൊന്നുമില്ല. എന്നാലും എയർ ഹോസ്റ്റസ് നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഫ്ലൈറ്റ് 5 മിനിറ്റിൽ തന്നെ ടേക്ക് ഓഫും എടുത്തു. അത്ര സ്പീഡിലായിരുന്നു. ബസ് സർവീസ് പോലെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത്. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ കാഠ്മണ്ഡുവിൽ നിന്ന് പൊക്രയിലേക്ക് ഫ്ലൈ ചെയ്യുവാണ്. നല്ല കിടിലം വ്യൂസൊക്കെയാണ്. അപ്പോൾ വ്യൂ ഒക്കെ നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. കാരണം ഈ ഒരു ജേർണി ഞാൻ പ്രിഫർ ചെയ്തതിൻ്റെ വ്യൂ ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. നല്ല മലകളും കാര്യങ്ങളും, ആ വ്യൂ നമുക്ക് ഭയങ്കര കുറച്ചൊരു ചെറിയ ഒരു ഹാഫ് ആൻ അവർ 1 അവർ ജേർണി ആണെങ്കിലും ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ പൊക്രയിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ലഗേജൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ ചെക്കൗട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇവിടുന്ന് ഇനി ടാക്സി നോക്കുന്നതാണ്. ടാക്സി നോക്കിയിട്ട് നേരെ ഞാനൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ലേക്കിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അതൊരു 20 മിനിറ്റ്സ് ആണ് ഇവിടുന്ന്. അങ്ങനെ അവിടെ പോയിട്ട് ഒന്ന് ഫ്രഷപ്പൊക്കെ ആയി. ഇന്നിനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നൈറ്റൊക്കെ അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യണം. അങ്ങനെ നോക്കിയപ്പോൾ രാത്രി ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ട്രഡീഷണൽ ഡാൻസാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടുന്ന് കാണാം. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഇവർ ക്യാമ്പ് ഫയറൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ലൊരു വൈബാണ് ഇവിടെ രാത്രി. നല്ലൊരു എക്സ്പീരിയൻസ്. ഇത് കഴിഞ്ഞൊരു സുഖമായിട്ടൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വേണം നാളെ എൻ്റെ തെണ്ടിത്തിരിയൽ പരിപാടീസൊക്കെ നടത്താനായിട്ട്. നാളത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഫ്രം പൊഖറ. അപ്പോൾ കാഠ്മണ്ഡുവിൻ്റെ പാർട്ട് 1 വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു. പൊഖാറയിലെ മോർണിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാങ്ങിങ് ബ്രിഡ്ജാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. ഹാങ്ങിങ് ബ്രിഡ്ജ് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ഇതാണ്, ലോങ്ങസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ഞാൻ ബോട്ടിംഗ് ആയിരിക്കും എൻ്റെ പ്ലാന്. ഞാനിങ്ങനെ ഓരോ പ്ലാനായിട്ട് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് ഒരു ലോക്കലി അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനതുകൊണ്ട് പാക്കേജ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. സ്വന്തമായി കണ്ടുപിടിച്ച് ചോദിച്ച് പോകുക എന്നുള്ള പ്ലാനിലാണ് ഞാനിപ്പോൾ. അത് എത്രത്തോളം ചോദിച്ച് പോകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇവിടെയുള്ള മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുകയാണ്. കാഠ്മണ്ഡുവിനെക്കാളും കുറച്ചും കൂടിയൊക്കെ ഇവിടെ തണുപ്പ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ എൻ്റെ ഫുഡിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഓരോ സ്ഥലങ്ങളായിട്ട് എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ നാളെയും കൂടി എക്സ്പ്ലോർ ചെയ്യും. അങ്ങനെ ഒരു 2 ഡേയ്സിലെ പ്ലാനാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ കാഠ്മണ്ഡു പോയിട്ട് നേരെ ഫ്ലൈ ബാക്ക്. അതാണ് എൻ്റെ പരിപാടി. ഓക്കെ. അങ്ങനെ ഹാങ്ങിങ് ബ്രിഡ്ജ് എല്ലാം കഴിഞ്ഞ് അടുത്ത് ഫിവ ലേക്കിലേക്കാണ് വന്നേക്കുന്നത്. ഇവിടെ ഫിവ ലേക്ക് ഭയങ്കര ഫേമസ് ആണ്. മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഇവിടെ ലേക്ക് ബോട്ടിംഗ് വളരെ ഫേമസ് ആണ്. 2 ടൈപ്പ് ബോട്ടിംഗ് ഉണ്ട്. പെഡൽ ബോട്ട്, റോയിങ് ബോട്ട്, പിന്നെ വിത്ത് ഡ്രൈവറും ഉണ്ട്, വിത്തൗട്ടും ഉണ്ട്. പക്ഷെ ഞാൻ വിത്ത് എടുക്കുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ പകുതി വഴി കിടക്കും, തിരിച്ചിങ്ങോട്ട് എത്തില്ല. എന്തായാലും ഒരു ധൈര്യത്തിലൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം ചോദിച്ച കാര്യം ലൈഫ് ജാക്കറ്റാണ്. അങ്ങനെ ലൈഫ് ജാക്കറ്റ് ഇടാതെ ഒരു കളി ഞാനില്ല. ഞാനങ്ങനെ ജാക്കറ്റൊക്കെ ഇടുകയാണ്. ഏകദേശം ഒരു 1 അവർ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് സർവീസ്. അങ്ങനെ പതുക്കെ ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ കെ ജോസഫ് എന്ന് പറയും പോലെ ആയിരുന്നു എൻ്റെ അവസ്ഥ ഗൈസ്. അങ്ങനെ പതുക്കെ ഞാൻ അതിൻ്റെ എഡ്ജിലിരിക്കാനുള്ള പരിപാടിയിലാണ് വ്യൂസിന് വേണ്ടിയിട്ട്.
ബോട്ട് ഇടയ്ക്ക് വന്നിട്ട് ഒരു സെൻറ്ററിൽ, ഒരു ലേക്കിൻ്റെ സെൻറ്ററിൽ ഒരു ടെമ്പിൾ പ്ലേസിൽ വിസിറ്റ് ചെയ്യാനായിട്ട് നിർത്തും. ഒരു 10 to 15 മിനിറ്റ്സ് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് തരും. ഇവിടെ നല്ലൊരു ടെമ്പിളാണ്, നല്ലൊരു പോസിറ്റീവ് വൈബ്സാണ്. ഇവിടെ വന്ന് എല്ലാവരും ബെല്ലൊക്കെ അടിക്കും, പിന്നെ കുറേ വിളക്കൊക്കെ കത്തിച്ച് വെക്കും, ദിയയൊക്കെ. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു നല്ലൊരു കാഴ്ച, ഒരു പട്ടിക്കുട്ടിനെ കണ്ടു. ഞാൻ അവൻ്റെ ഒരു വീഡിയോ എടുത്തു. അങ്ങനെ ലേക്ക് ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് നിങ്ങളെ ഞാനിപ്പോൾ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടിരുന്ന ഒരു മൊമെൻറ്റിലേക്കാണ്. അതെ, ഡ്രീം കം ട്രൂ എന്ന് വേണം പറയാനായിട്ട്. ഏവിയ ക്ലബിൻ്റെ ഞാൻ ഫ്ലൈയിങ് ഇതിലേക്ക് പോവുകയാണ്. ഇത് ശരിക്കും ഒരു പ്രീ പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഈ എയർക്രാഫ്റ്റിലാണ് പോകുന്നത്. ചെറിയ ഫ്ലൈയിങ് ഇതാണ്. ഞാനും പൈലറ്റും മാത്രമേ കാണുള്ളൂ. പക്ഷെ അതിന് മുമ്പ് അവരെല്ലാം ചെക്ക് ചെയ്യുകയാണ്, മെയിൻ്റനൻസ് ടീം. ചേട്ടാ നന്നായിട്ടൊക്കെ ചെക്ക് ചെയ്തോളൂ, തിരിച്ച് പറന്ന് ഞാനിവിടെ എത്തണം. ഒന്നാമതെ വീട്ടിൽ അമ്മയോട് പറഞ്ഞിട്ടില്ല, വന്നിട്ട് വേണം പറയാൻ ഇരിക്കുകയാണ്. അപ്പം അവർ നന്നായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിവിടെ വാഷ്റൂം സൗകര്യമൊക്കെ ഉണ്ട്, അതൊക്കെ അവർ പറയും. പിന്നെ നമ്മൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് എല്ലാം സൈൻ ചെയ്ത് കൊടുക്കണം, പാസ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ ഇവിടെ കൊടുക്കണം. എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് ഞാൻ പറക്കാൻ റെഡിയാണ് ഗൈസ്. എൻ്റെ ഡ്രീം കം ട്രൂ ആണ്. എന്താ പറയുക, വാരണം 1000 മൂവിയിലൊക്കെ ഈ ആ സോങ്ങിലെ സീനൊക്കെ സൂര്യയുടെ കണ്ടപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത്. അങ്ങനെ ജീവിതത്തിൽ ഒരാഗ്രഹം ഞാൻ സാധിച്ചു, ചെറുതാണെങ്കിലും.
ശരിക്കും അത് കാണേണ്ട ഒരു ജീവിതത്തിലൊരു ഇത് തന്നെയാണ്. അപ്പോൾ ഞാനിത് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ കുറേ പേര് എന്നോട് ഇതിൻ്റെ വീഡിയോസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫുൾ വീഡിയോ. സോ അതിനുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഒരു പാർട്ടായിട്ട്. ഫുൾ ടേക്ക് ഓഫ് തൊട്ട് ഇതിൻ്റെ മലീസ് ടേക്ക് ഓഫ് തൊട്ട് ലാൻഡിങ് വരെയുള്ള പ്രോപ്പർ വീഡിയോ വ്യൂസ് എല്ലാം നിങ്ങൾക്ക് അതിൽ കാണാം. സോ പ്ലീസ് ചെക്ക് ഔട്ട് ദാറ്റ്. ലാൻഡിങ് ആവാറായി ഗൈസ്. അയ്യോ, എനിക്ക് ഒടുക്കത്തെ ചെവി വേദനയാണ് ഗൈസ്. അയ്യോ, ചെവിയൊക്കെ അടഞ്ഞു. ഓക്കെ, എന്തായാലും എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പിയായി. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ടെമ്പിളിൽ നിന്നാവാം തുടക്കം എന്ന് വിചാരിച്ചു. ഒരു ശിവ ടെമ്പിളാണ്. ഞാനൊരു ശിവഭക്തയുണ്ട്. എവിടെ ശിവൻ്റെ ടെമ്പിൾ കണ്ടാലും സ്റ്റാച്ചു കണ്ടാലും ഞാൻ വിടത്തില്ല. അപ്പോൾ ഇവിടെയും പൊക്രയിലും ഉണ്ട്, അതുകൊണ്ട് അത് മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പംഡിക്കോട്ട് ശിവ സ്റ്റാച്ചു ആണ്. അതൊരു ഹിൽ സ്റ്റേഷനിലാണ്, പൊക്രയിലെ ഹിൽ സ്റ്റേഷനിലാണ് ഇതുള്ളത്. അപ്പോൾ ഞാൻ അത് വിസിറ്റ് ചെയ്യാൻ രാവിലെ തന്നെ വന്നിരിക്കുകയാണ്. എനിക്കിവിടെ വന്നപ്പോൾ ബ്ലെസ്ഡ് ആയിട്ട് തോന്നിയൊരു മൊമെൻ്റാണ്. ഈ 108 ശിവലിംഗം നമുക്ക് കാണാം ഇതിന് ചുറ്റുമായിട്ട്. അതും ഇങ്ങനെ ഒരു മൗണ്ടൻ വ്യൂവിൽ, ഇത്രയും ഒരു ഹൈറ്റിൽ ഇത്രയും 108 ശിവലിംഗം നമുക്ക് ചുറ്റി നടന്ന് ദർശിക്കാം. അതും ഈ ഇതിൻ്റെ സ്റ്റാച്യുവിൻ്റെ താഴെ. ഇത് 108 ഫീറ്റാണ് ഇതിൻ്റെ ഹൈറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളൊരു ബ്ലെസ്ഡ് മൊമെൻറ്റ് എനിക്ക് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഒരു പ്രത്യേക പോസിറ്റീവ് ഫീലാണ്. അടുത്തതായിട്ട് ഞാൻ വന്നത് ഒരു ഫേമസ് വാട്ടർഫോൾസ് ആണ്. ദേവീസ് ഫോൾ എന്ന് പറയും. ഇവിടുത്തെ ഒരു ഫേമസ് വാട്ടർഫോളാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളൊരു നേച്ചർ സറൗണ്ടിങ് സൗണ്ടും വാട്ടർഫോളിൻ്റെ നല്ല രസമാണ്. അടുത്ത അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു ഗുപ്തേശ്വർ ടെമ്പിളുണ്ട്. ശ്രീ ഗുപ്തേശ്വർ മഹാദേവ കേവ് എന്നാണ്. അതൊരു കേവ് ടെമ്പിളാണ്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് താഴേക്ക് ഇറങ്ങി പോകണം. അവിടെയാണ്, ഒരു ഗുഹയ്ക്കുള്ളിലാണ് ഇതിൻ്റെ.
ഗുപ്തേശ്വർ മഹാദേവ കേവ് എന്നാണ് പറയുന്നത്. പഴയ ആർക്കിടെക്ചറാണ്. ഈ കേവിൻ്റെ ഉള്ളിലൊരു വളരെ സംഭവമാണ്. 5000 ഇയേഴ്സ് മുമ്പ് ഡിസ്കവർ ചെയ്ത ശിവലിംഗം ഇതിനകത്തുണ്ട്. സോ അതാണ് എല്ലാവരും ഇവിടുത്തെ മെയിൻ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ സ്പോട്ടാണ്. ഭയങ്കര ഇരുട്ടാണ് ഇതിനകത്ത്, ഭയങ്കര പാടാണ് ഇതിനകത്ത് കയറുന്നത്. കുറച്ചൊരു ടാസ്ക് തന്നെയാണ്, ഒരുപാട് നടക്കാനുണ്ട്. അത് റെഡിയായിട്ട് വേണ്ടി മാത്രമാണ് നമ്മൾ ഇതിനകത്ത് കയറാനായിട്ട്. അങ്ങനെ ഒരു വണ്ടർഫുൾ വ്യൂ ഞാനിവിടെ വന്നപ്പോൾ കണ്ടു. ഇത് കാണാനായിട്ട് ഞാൻ ഒരുപാട് താഴത്തേക്ക് ഇറങ്ങി, പക്ഷെ നമുക്ക് അവിടെ ആർക്കും പോകാൻ പറ്റത്തില്ല. ഇത് ചെറിയ വെളിച്ചത്തിലൊരു വാട്ടർഫോൾസ്, അത് കഴിഞ്ഞിട്ട് വളരെ നാരോ റോഡ്സാണ് എല്ലാം. എനിക്ക് കുറച്ച് നാരോ പേടിയുള്ള ഒരാളാണ്. അപ്പം ഞാൻ അങ്ങനെ ചെറിയ ചെറിയ വഴികളിൽ കൂടെ ഒക്കെ ഞാൻ ഇറങ്ങി പോവുകയാണ്. അവൾ വളരെ ടാസ്ക്കാണ്, കുറച്ചൊരു സ്ലിപ്പറി പോലെയൊക്കെയാണ്, കുറച്ച് ഇതായിട്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ കേവ് വിസിറ്റ്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യും. അങ്ങനെ പൊക്കരയിലെ സെക്കൻഡ് ഡേയും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് തെണ്ടിത്തിരിഞ്ഞ് തിരിച്ച് വൈകിട്ടായപ്പോൾ ഞാൻ റിസോർട്ടിലേക്ക് എത്തി. ഇനി റെസ്റ്റ് എടുക്കണം, കാരണം നാളെ ഫ്ലൈയിങ് ബാക്ക് ടു ഇന്ത്യ. അപ്പോൾ നേരെ കാത്മണ്ഡു പോയിട്ട് അവിടെ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ റെസ്റ്റൊക്കെ എടുത്തിട്ട് നാളെ പോവുകയാണ് ഗൈസ്. അങ്ങനെ ഡൊമസ്റ്റിക് ഡിപ്പാർച്ചർ നേരെ കാത്മണ്ഡു, പിന്നെ കാത്മണ്ഡുന്ന് നേരെ ഡൽഹി. അങ്ങനെ നേപ്പാൾ സീരീസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി പുതിയൊരു വ്ളോഗുമായി വരുന്നത് വരെയും സൈനിങ് ഓഫ് ഫ്രം ലീവ് ഫോർ ട്രാവലിംഗ്.